നമസ്കാരം. പതിരും കതിരും. ഡൽഹിയിൽ പോയൊരു വമ്പൻ സമരം വിജയിപ്പിച്ച് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വിപ്ലവകാരി ജോൺ ബ്രിട്ടാസ് സഖാക്കളുടെ മുമ്പിൽ ഇപ്പോൾ പൂർണ്ണ ശോഭയോടെ നിൽക്കുകയാണ്. പാറ്റാകളുടെ സമരം വിജയിപ്പിച്ച ബ്രിട്ടാസിന് പക്ഷേ പാറ്റാക്കാട്ടത്തിന്റെ വില പോലും കൊടുത്തില്ലല്ലോ നിങ്ങളുടെ സ്വന്തം കമ്മി സ്റ്റാർ വിനായകൻ. അയ്യയ്യേ, പൊതുസമക്ഷം പറയാൻ കൊള്ളാത്ത കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് വിനായകൻ പറയുകയാണ്, യുവതി യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയുമെടുത്ത് കുടുംബം പോറ്റടാ എന്ന്. ഈ വിനായകനെയാണ് CPM ഇത്രയും കാലം അരുമയോടെ പൊക്കിക്കൊണ്ട് നടന്നത്. വിനായകൻ ബാൽക്കണിയിൽ നിന്നും മുണ്ട് പൊക്കി കാണിക്കുമ്പോൾ സഖാക്കൾ പറയും അത് ഉദാത്തമായ കലയാണെന്ന്. വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കയറി തെറി വിളിച്ചപ്പോൾ അന്ന് സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹം ഒരു നടനാണ്, അഭിനയമാണെന്നാണ്. കേരളത്തിൽ LDF ഇല്ലാതെ ഒന്നും നടക്കില്ല, ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, LDF വന്നില്ലെങ്കിൽ കേരളം കത്തിക്കും ചില തൽപര കക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നടന്നയാളാണ് അന്ന് തിരഞ്ഞെടുപ്പ് ദിവസം. LDF ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ് വിനായകൻ വോട്ട് ചെയ്ത് ഇറങ്ങി വന്ന ശേഷം പറഞ്ഞത്. അത് ശരിയാണെന്ന് തൂഫാൻ റെയ്ഡിലൂടെ ആഭ്യന്തര വകുപ്പ് കാണിച്ചു കൊടുത്തു. തൂഫാൻ ആഞ്ഞടിക്കാൻ തുടങ്ങിയതോടെ മറ്റേ സാധനങ്ങളുടെയൊക്കെ ലഭ്യത നാട്ടിൽ കുറയുകയാണ്. കച്ചവടക്കാരൊക്കെ ഭയന്ന മട്ടാണ്. ഇതുകൊണ്ടാണ് വിനായകൻ മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയത് LDF ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന്. അത്രമാത്രം പ്രതീക്ഷയിൽ ജീവിച്ച വിനായകന്റെ സ്വപ്നങ്ങൾക്കുമേൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഏൽപ്പിച്ച പ്രഹരം ചില്ലറയൊന്നുമല്ല. അതിൻ്റെ ദേഷ്യമാണ് വിനായകനുള്ളത്. പാപത്തിന് പിണറായി വിജയനോട് തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ബ്രിട്ടായിക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബ്രിട്ടാസിനെതിരെ വിനായകൻ അപകീർത്തികരമായ പോസ്റ്റ് ഇടുകയും അത് ആളുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതോടെ അന്തങ്ങളും കമ്മികളും ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. വിനായകന്റെ തെറിയേക്കാൾ ഡോസ് കൂടിയ തെറികളാണ് ഇപ്പോൾ അവർ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിനായകൻ ഇപ്പോൾ കുടിയനായി, കഞ്ചാവടിക്കാരനായി, ലഹരിയിൽ പിച്ചും പേയും പറയുന്നവനായി, സംസ്കാരമില്ലാത്തവനായി, പിന്നെ പാർട്ടിയുടെ ഒറ്റുകാരനും. എന്നാൽ വിനായകൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ പോലും അപഹസിച്ചപ്പോൾ അയാൾ കരുത്തുറ്റ വിപ്ലവകാരിയായിരുന്നു. എന്തുകൊണ്ടാണ് പാറ്റാ സമരത്തിന് പിന്തുണയർപ്പിച്ച് ഡൽഹിയിൽ നാടക പരമ്പരകൾ നടത്തിയ ബ്രിട്ടാസിനോട് വിനായകന് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം? ജോൺ ബ്രിട്ടാസ് ഒരു രാഷ്ട്രീയ കാപട്യത്തിൻ്റെ ആളാണെന്നും കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുകയാണെന്നും വിനായകൻ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതുമല്ലെങ്കിൽ കൈരളി ചാനലിൽ ബ്രിട്ടാസ് നടത്തിയ JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ അതിഥിയായി വിനായകനെ വിളിച്ചിട്ടുണ്ടാകില്ല. മയക്കുമരുന്നിന് അടിമയായ ഒരുത്തന് അവാർഡ് നൽകി മലയാളിയെ വിട്ടിവേഷം കെട്ടിച്ചതിൻ്റെ ഫലം തന്നെയല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ അന്തങ്ങൾ പറയുന്നത്. നേരെ മറിച്ച് വിനായകൻ VD സതീശനെയാണ് ഇമാതിരി ആക്ഷേപിക്കുന്നതെങ്കിൽ എന്തൊരാഹ്ലാദമായിരിക്കും കമ്മികൾക്ക്. ഡൽഹിയിൽ പാറ്റകൾ നടത്തിയ സമരത്തെ CPM-ഉം SFIയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവരുടെ ചൂടൻ വിപ്ലവകാരിയായ SFI നേതാവ് ഐഷയെ അറസ്റ്റ് ചെയ്യാൻ AKG ഭവനിലെത്തിയ പോലീസിന് നേരെ ബ്രിട്ടാസ് നടത്തിയ പ്രകടനമൊന്ന് കാണേണ്ടതായിരുന്നു. അകത്ത് കയറി പ്രതിയെ പിടിക്കാൻ കഴിയില്ല, യൂണിഫോം ഇട്ട് വരണം എന്നൊക്കെ ആജ്ഞാപിക്കുന്നത് കേട്ടു. ഇതിനിടെ രസകരമായൊരു ഡയലോഗ് ബ്രിട്ടാസ് കാച്ചി. ഇന്ത്യയിൽ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായ CPM-ന്റെ ഓഫീസിൽ കയറുകയോ? കേട്ടാൽ തോന്നും ബ്രിട്ടാസിൻ്റെ പാർട്ടി ഇന്ത്യയാകെ പടർന്നു പന്തലിച്ച് പാർലമെൻറ്റിൻ്റെ അകവും പുറവും നിറച്ചിരിക്കുകയാണെന്ന്. ED സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതികളെയും പാർട്ടി ഓഫീസിൽ സംരക്ഷിച്ച ശേഷം ബ്രിട്ടാസ് നടത്തിയ കലാപരിപാടികളും നമ്മൾ കണ്ടതാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലായാലും ഡൽഹിയിലായാലും ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നവരെ സംരക്ഷിക്കുന്ന ഇടമാക്കി മാറ്റിയിരിക്കുകയാണ് പാർട്ടി ഓഫീസുകളിൽ അവർ. കേസിൽ പ്രതിയാകുന്നവരെ കൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ ജാമ്യം എടുപ്പിക്കില്ല, അത് കുറച്ചിലാണ്. 40ഉം 50ഉം കേസുകളിൽ പ്രതിയായ നേതാവും കുട്ടി നേതാക്കന്മാരും ഇപ്പോഴും കേരളത്തിലുണ്ട്. ഒറ്റ കേസിൽ പോലും അവർ ജാമ്യം എടുക്കില്ല. എന്തായാലും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകാൻ യോഗ്യനായ ആൾ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ആണ്. ഹിന്ദിയും ഇംഗ്ലീഷും മണിമണി പോലെ സംസാരിക്കും. ബേബി സാർ ആണെങ്കിൽ തല്ല് കിട്ടുന്ന പരുവമായപ്പോൾ സമരമുഖത്ത് നിന്ന് നമുക്ക് പോകാം രാധാകൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് മുങ്ങുകയായിരുന്നു. നോക്കണേ, ഇത്രയൊക്കെ സമരം നടത്തിയിട്ടും പോലീസുമായി പിള്ളേർ ഏറ്റുമുട്ടിയിട്ടും നേതാക്കന്മാർക്കെല്ലാം അടിമേടിച്ചിട്ടും എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് വരെ തല്ല് മേടിച്ചിട്ടും ബ്രിട്ടാസിന് ഒരു തല്ലെങ്കിലും വാങ്ങിയോ? സൂത്രശാലിയായ ഒരു കുറുക്കനാണ് ബ്രിട്ടാസ്. ഇതറിഞ്ഞുകൊണ്ടാകാം വിനായകൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ബ്രിട്ടാസ് എന്ന് വെച്ചാൽ മുഖത്ത് ചായമടിച്ചയാളാണെന്ന് അലക്സാണ്ടർ ജേക്കബ് ഒരു അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസിനോട് തന്നെ പറയുന്നത് കേട്ടു.
എന്തായാലും കേന്ദ്രം എഴുതി നൽകാമെന്ന് പറഞ്ഞ വ്യവസ്ഥകളൊന്നും തന്നെ പാറ്റകൾക്ക് എഴുതി കൊടുത്തിട്ടില്ല. അതിനാൽ രണ്ടാം ഘട്ട സമരം തുടങ്ങുമെന്നാണ് ഇപ്പോഴവർ പറയുന്നത്. ആ സമരം SFIയും DYFIയും CPMഉം നേരിട്ട് ഏറ്റെടുത്ത് നടത്തി നിങ്ങളുടെ ശക്തി തെളിയിക്കണം. അതിന് മുൻനിരയിൽ നിൽക്കേണ്ട ബ്രിട്ടാസിനെയാണ് ഈ വിനായകൻ മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചത്. എന്തായാലും വിനായകനെതിരെ കമ്മികൾ ഉറഞ്ഞു തുള്ളുകയാണ്. ഇനി മുണ്ടുപൊക്കി കാണിച്ചാലൊന്നും അത് കലയാണ്, കുസൃതിയാണ് എന്ന് പറയാൻ CPM നേതാക്കൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം അവർക്ക് വേണ്ടപ്പെട്ടയാളാണ് ബ്രിട്ടാസ്. ആ മനുഷ്യനെയാണ് ഇങ്ങനെ ആക്ഷേപിച്ചിരിക്കുന്നത്.